ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. സിമ്പിളായിട്ട് എന്നാൽ നല്ല രുചിയിലുണ്ടാക്കി എടുക്കാവുന്നതും ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. ബീട്രൂട്ട് റൈസാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അതിനായി ആദ്യം തന്നെ പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണിൽ താഴെ പെരിഞ്ജീരകം, 3 ഏലക്കായ, 3 ഗ്രാമ്പു, 1 ബേ ലീവ്സ്, കുറച്ച് കുരുമുളക്, ഇത്രയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി ഇതൊന്ന് ചൂടായി വരുന്നേരം ഇതിലേക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാം. കൂടെ തന്നെ ഇഞ്ചി അരിഞ്ഞതും 1/4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് 1 സവോള നീളത്തിൽ അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള നല്ലപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം സ്ക്വയർ പീസസായി അരിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചേർത്തതിന് പകരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്യാരറ്റോ ഫ്രോസൺ ഗ്രീൻ പീസോ ചേർക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഞാനിപ്പോൾ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്തിരിക്കുന്നത്. പകരം ചെറുതായിട്ട് അരിഞ്ഞതോ ചോപ്പ് ചെയ്തോ ഇട്ടാലും കുഴപ്പമില്ല. ഒരുപാട് വലുതാക്കി അരിഞ്ഞിടുന്നതിലും ടേസ്റ്റ് കൂടുതലുണ്ടാവുക ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് ഇടുന്നതിലാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേവായും കിട്ടും. ഇപ്പോൾ ബീട്രൂട്ടൊക്കെ വേവായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇനി 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സാക്കി എടുക്കാം. പൊടികളൊക്കെ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇനി 1.5 കപ്പ് അളവിൽ ബസ്മതി റൈസ് ചേർക്കാം. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. റൈസ് ചേർത്ത ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 3.5 കപ്പ് ചൂടുവെള്ളം ചേർക്കാം. നിങ്ങളിപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഈ സമയത്ത് ഉപ്പ് നോക്കി പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് 2-3 ലെമൺ സ്ലൈസ് ചെയ്തതും കുറച്ച് മല്ലിയില അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തീ കൂട്ടി വെച്ച് ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് സമയം വേവിച്ചെടുത്ത ശേഷം ഇനി നമുക്ക് തുറന്ന് നോക്കാം. കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി റൈസ് നല്ലപോലെ വേവായിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം കൂടെ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഈ ചൂടിലിരുന്ന് റൈസ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അതുപോലെ ഇപ്പോൾ റൈസിനുള്ള ഒരു നനവോടെയുള്ളൊരു കുഴഞ്ഞ പരിവില്ലേ, അത് മാറി കുറച്ചുകൂടെ ഒന്ന് സെറ്റായി കിട്ടും. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കാം. നമ്മുടെ 1 പോട്ട് ബീട്രൂട്ട് റൈസ് റെഡി ആയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോവാതെ പാകത്തിന് വേവായിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ലഞ്ചിനുണ്ടാക്കാവുന്നതും ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആൻഡ് ഹെൽത്തി റൈസ് റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണേ. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.